ഇന്ന് പറയാൻ പോകുന്നത് ഫങ്ഷൻസിനെ കുറിച്ചാണ്. കോട്ട്ലിയിൽ ഫങ്ഷൻസ് എങ്ങനെ ഉപയോഗിക്കാം അതിനെ കുറിച്ചിട്ടാണ്. ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് കയറാൻ ചാൻസ് ഉണ്ട്, കാരണം ചെറിയൊരു പണി നടക്കുന്നുണ്ട്. അതിനാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നമ്മള് ഇന്ന് പഠിക്കാൻ പോണത് ഫങ്ഷൻസ് എങ്ങനെയാണ് കോട്ട്ലിയിൽ ഉപയോഗിക്കുക, ആ ഫങ്ഷൻസിനെ എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുക, ഈ രണ്ട് കാര്യമാണ്. ഫങ്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുന്നത്തെ വീഡിയോസിൽ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ ഫങ്ഷൻ ഉപയോഗിക്കുന്നത്, എന്താ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അതിൽ വേറൊരു കേസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടില്ല, അതാണ് ഞാൻ പറയണേ. അപ്പൊ അറിയാലോ, ഇത് മെയിൻ ഫങ്ഷൻ, അതിന്റെ ഉള്ളിലാണ് നമ്മൾ ഫങ്ഷനെ കോൾ ചെയ്യണേ. ഇവിടെ ഞാൻ ഫങ്ഷന് ആഡ്, ഈ ആഡ് ഫങ്ഷനാണ് ഞാൻ ഉപയോഗിക്കണേ. ഇത് സ്മോൾ ലെറ്റർ ആട്ടാ, ഇത് സ്മോൾ ലെറ്റർ ആണ്, ക്യാപിറ്റൽ ലെറ്റർ അല്ല എഴുതണ്ടേ. ഫൺ ആഡ്, ഇങ്ങനെയാണ് നമ്മൾ ഫങ്ഷൻ എടുക്കേണ്ടത്. പിന്നെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണത്, നമുക്കിപ്പോ 2 പാരാമീറ്റേഴ്സ് ആണ് ഞാൻ പാസ് ചെയ്യണേ, 10ഉം 20ഉം. അപ്പൊ 10ഉം 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റ് ആണ്. അപ്പൊ നമ്മള് n1 n2 2 പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്യാം. 10 n1ലേക്ക് പോകും, 20 n2ലേക്ക് പോകും. n1 ഇന്റീജർ ആണ്, n1 ഡബിൾ ഡോട്ട് ഇന്റ്, n2 ഡബിൾ ഡോട്ട് ഇന്റ്. അത് കഴിഞ്ഞിട്ട് n3 ഈക്വൽ ടു n1 പ്ലസ് n2 റിട്ടേൺ n3. ഈ റിട്ടേൺ n3 കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഈ സമ്മ് നമ്മൾ 2 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റിസൾട്ട് കിട്ടും. ഈ റിസൾട്ട് നമ്മൾ വേറെ പ്രോഗ്രാമിൽ വേറെ എവിടെ വെച്ചിട്ട് കോൾ ചെയ്താലും നമുക്ക് ആ റിസൾട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ n3 ഉപയോഗിക്കണത്. മനസ്സിലായി? അതായത് ഇപ്പോ റിട്ടേൺ n3 വെച്ചാണ്ട് ഒരു ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോ പ്രോഗ്രാമിൽ കുറെ സ്ഥലത്ത് ഈ ആഡ് എന്ന് പറഞ്ഞ ഫങ്ഷൻ നമുക്ക് പിന്നെ എഴുതണ്ട, ഇങ്ങനെ ഫൺ ആഡ് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ കോൾ വെച്ചാൽ മതി. വേറെ പ്രോഗ്രാമിൽ ജസ്റ്റ് ഒരു ലൈനിൽ ആഡ് 10 20 പിന്നെ ഏത് വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫങ്ഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, റിട്ടേൺ n3 വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഇവിടെ വരും. ഈ റിസൾട്ട് സമ്മിലേക്ക് സ്റ്റോർ ചെയ്യും, എന്നിട്ട് സമ്മ് പ്രിന്റ് ചെയ്യും. ഇതാണ് നടക്കുന്നത്. ഇനി വേറൊരു കേസ്, ഈ റിട്ടേൺ ചെയ്യുമ്പോൾ അത് ഏതാണെന്ന് പറയണം നമുക്ക്. ഇപ്പൊ ഇന്റീജർ ആണോ റിട്ടേൺ ചെയ്യണേ, ഫ്ലോട്ട് ആണോ റിട്ടേൺ ചെയ്യണേ എന്നുള്ളത്. ഇതിപ്പോ n1 പ്ലസ് n2 ഇന്റീജർ ആണ് റിട്ടേൺ ചെയ്യണേ. അപ്പൊ നമ്മൾ ഡബിൾ ഡോട്ട് ഇന്റ് ഇങ്ങനെ വെക്കണം. ഇനിയിപ്പോ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് എന്ന് കൊടുക്കണം. പിന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതരുത്, യൂണിറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് n3 ഇങ്ങനെ കൊടുക്കണം. യൂണിറ്റ് ഇവിടെ ഒന്നും റിട്ടേൺ ചെയ്യണില്ല എന്നാണ് അർത്ഥാക്കണം. ഇനി എന്തെങ്കിലും റിട്ടേൺ ചെയ്യണ്ടെങ്കിൽ നമ്മൾ ഇന്റ് ഫ്ലോട്ട് അങ്ങനെ കാര്യങ്ങൾ കൊടുക്കണം. പക്ഷെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെ നടക്കില്ല. ഇതിപ്പോ ഇവിടെ പ്രിന്റ് 10 20 ഇതിലേക്ക് പോകും, എന്നിട്ട് പ്രിന്റ് ചെയ്യും. ഈ പ്രിന്റ് ചെയ്ത സാധനം നമുക്ക് ഈ റിട്ടേൺ വെച്ച് ചെയ്യുന്ന പോലെ നമുക്ക് അധികം അങ്ങോട്ട് പറ്റില്ല. അതാണ് പ്രശ്നം. ഞാൻ പറയാം, ഈ പ്രിന്റ് ചെയ്ത റിസൾട്ട് ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നുള്ളത്. പക്ഷെ എന്നാലും റിട്ടേൺ വെച്ച് കിട്ടേണ്ട അത്ര ഒന്നും ഇതിൽ കിട്ടില്ല. നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ പഴയ ഇതിലേക്ക് തന്നെ ഇടാം. അല്ല, ഞാൻ ഓൾറെഡി കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഫങ്ഷൻ എഴുതിന്റെ ഐഡിയിലേക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ അവിടെ കാണിച്ചിരുന്ന സാധനം. ഇതിപ്പോ 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്തു. അത് ഇവിടേക്ക് ഫങ്ഷനിലേക്ക് പോകും. ഫങ്ഷൻ കാൽക്കുലേഷൻ നടത്തി റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യണത് ഇന്റ് ആണ്, അതുകൊണ്ട് ഇന്റ് വെച്ചു. എന്നിട്ട് സമ്മിലേക്ക് അതിന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യും, പ്രിന്റ് ചെയ്യും. നമുക്ക് നോക്കാം. 40 ഫങ്ഷനിൽ പോയി പ്രിന്റ് ചെയ്തു. ഇനി വേറൊരു കാര്യമാണ്, നമുക്ക് ഒപ്റ്റിമൈസേഷൻ ഓഫ് ഫങ്ഷൻ. ഇപ്പൊ ഈ ഫങ്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കോഡ് ആവശ്യമുണ്ട്. ഫങ്ഷന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കേളി ബ്രാക്കറ്റ് ഇട്ട് ഒരുപാട് കോഡ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ഫങ്ഷൻ ഒറ്റ ലൈനിൽ ആക്കാം. കോട്ട്ലിൽ അങ്ങനെ ഒരു ഫീച്ചർ നമുക്ക് തരുന്നുണ്ട്, ഇൻലൈൻ ഫങ്ഷൻ എന്നാണ് അതിനെ പറയാ. ഈ ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് ഫങ്ഷനും ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതാൻ പറ്റും. ഇത്ര ലൈൻസ് ആവശ്യമില്ല. അതാണ് ഇവിടെ കൊടുത്തേക്കണേ. കണ്ട, ഫൺ ആഡ് ഇന്റ് n1 n2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്തു. റിട്ടേൺ ചെയ്യേണ്ടത് ഏതാണെന്ന് പറഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഈക്വൽ ടു
ഈക്വൽ ടു ഇടാ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഇതല്ല ഞാൻ ചെയ്യണം, വേറെയാണ്. ഇഫ് എൽസ് ഞാനിപ്പോ n1 n2 കമ്പയർ ചെയ്യാണ് ചെയ്യണം. ഇഫ് n1 n2 is greater, n1 n2 ഗ്രേറ്റർ ആണെങ്കിൽ n1 പ്രിന്റ് ചെയ്യുക, n1 ഇൻറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ n2 ഇൻറ്റിലേക്ക് പോകും. അതാണ് ഇവിടെ നടക്കേണ്ടത്. ഇതിപ്പോ ശരിക്കും ഒരു ഒറ്റ ലൈനിലാട്ടോ, ഇതിപ്പോ അടിച്ചപ്പോ ടൈപ്പ് ചെയ്തപ്പോ അടിയിലേക്ക് പോയതാണ്. ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ നടക്കും. ഇഫ് n1 n2 n1 ഗ്രേറ്റർ n2 ആണെങ്കിൽ n1 ഇവിടേക്ക് പോകും, അല്ലെങ്കിൽ n2 ഇതിലേക്ക് പോകും. ഇനിയിപ്പോ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്കിതാ ഇങ്ങനെ സാധാരണ ഇഫ് ലൂപ്പ് പോലെ ചെയ്താൽ മതി. ഇങ്ങനെ കേളി ബ്രാക്കറ്റ് ഇട്ട്, ഇഫിന്റെ അവിടെ കേളി ബ്രാക്കറ്റ് ഇട്ട, എൽസിന്റെ അവിടെ കേളി ബ്രാക്കറ്റ് ഇട്ട. ഇതിപ്പോ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫിന്റെ ഉള്ളിലുള്ളത്, അതുകൊണ്ടാണ് n1 n2. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തേക്കണം കേട്ടോ. ഇനിയിപ്പോ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇതാ ഇങ്ങനെ കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് ചെയ്യണം. ഇങ്ങനെ കേളി ബ്രാക്കറ്റ് ഇട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഓർമ്മ കേട്ടോ. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഒറ്റ ലൈനിൽ തന്നെ കാര്യങ്ങൾ നടത്തി. ഇതിപ്പോ ഇതിന്റെ റിസൾട്ട് ഇൻറ്റിലേക്ക് സ്റ്റോർ ചെയ്യും. ഇപ്പൊ ഇത് അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് ഇൻറ്റിലേക്ക് പോകും, എന്നിട്ട് ഫംഗ്ഷന്റെ റിസൾട്ട് ഇവിടെ കിട്ടും, എന്നിട്ട് സമ്മിലേക്ക് പോകും. അതാണ് ഇവിടെ നടക്കണം. കണ്ടോ 30. ഇപ്പൊ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കേളി ബ്രാക്കറ്റ് ഇട്ടാൽ മതി. സം എഫക്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ആയാലും ഫംഗ്ഷന്റെ എഫക്റ്റ് സെയിം ആണ്. ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോ താങ്ക്സ്.